എന്തായാലും എം.എസ്. അനീഷ് കുമാറുണ്ട്, അദ്ദേഹത്തോടൊപ്പം റവന്യൂ മന്ത്രി കൂടി കെ രാജൻ കൂടി ചേരുന്നുണ്ട്. അനീഷ്, കേരളത്തിന്റെ പ്രതീക്ഷകൾ എന്താണെന്ന് റവന്യൂ മന്ത്രി തന്നെ വിശദീകരിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് അദ്ദേഹം സംസാരിക്കുക? നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. കാരണം സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിലൂടെ കേരളം കടന്നുപോയി. ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ നടത്തി. ഇനി പുനരധിവാസത്തിന് ഒരു കൈത്താങ് കേന്ദ്രത്തിന്റെ കൂടെ ഇല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. പ്രധാനമന്ത്രിയുടെ വരവിൽ എന്താണ് സംസ്ഥാന സർക്കാർ? അല്ല, പ്രധാനമന്ത്രിയുടെ വരവ് ഇന്ന് സാങ്കേതികമായി ദുരന്ത പ്രദേശങ്ങൾ കാണാനും ദുരന്തത്തിന്റെ ആഴം നേരിട്ട് മനസ്സിലാക്കാനുമുള്ള യാത്രയാണ്, അല്ലെങ്കിൽ വരവാണ്. ഇന്നലെ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വന്ന്, കേന്ദ്രതല സംഘം വന്ന് ഇവിടെ പരിശോധിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാഥമികമായി നമ്മുടെ കണക്കുകളും അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് 2000 കോടി രൂപയോളം ഇനി പുനരധിവാസത്തിന് വേണ്ടി ഏകദേശം പണം ചെലവഴിക്കപ്പെടേണ്ടി വരും. നഷ്ടങ്ങൾ ആദ്യ ഘട്ടത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1200 കോടിയാണ്. പക്ഷെ അതിൽ നിൽക്കില്ല, ഇനിയും നഷ്ടങ്ങൾ നോക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം ലോണുകൾ എഴുതി തള്ളാനും പുതിയ ലോണുകൾ എടുക്കാനുള്ള അവസരം വേണം. ഡബ്രി നീക്കാൻ, അതുപോലെ തന്നെ ക്യാമ്പുകൾക്ക് തുടർച്ചയുണ്ടാക്കാൻ, ക്യാമ്പുകളില്ലാത്തവർക്ക് തന്നെ അവരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായി NREGSന്റെ നിലവാരത്തിലുള്ള തുകയെങ്കിലും ദിവസം പോലും കൊടുക്കാൻ, ഇങ്ങനെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ ഈ കാര്യം കേന്ദ്ര സംഘത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വിശദമായിട്ടുള്ള മെമ്മോറാണ്ടം 16-ന് ഉള്ളിൽ സമർപ്പിക്കണം എന്ന വിധത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യങ്ങൾ ഉദ്യോഗസ്ഥ സംഘം അതിന്റെ കൃത്യം കണക്കുകളെടുത്ത് പ്രോട്ടോകോൾ അനുസരിച്ച് ബോധ്യപ്പെടുത്തും. ഇന്ന് പ്രധാനമന്ത്രിയുടെ വരവ് ഈ കാര്യങ്ങൾ കാണാനും കരുണാർദ്രമായൊരു ഇടപെടൽ കേരളത്തിനോടുണ്ടാകണമെന്ന കേരളത്തിന്റെ പ്രതീക്ഷകൾ കാര്യമാണ്. ഈ മറ്റിടങ്ങളിലൊക്കെ ഉണ്ടായപ്പോൾ കാര്യമായൊരു ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത്, ഉത്തരാഖണ്ഡിനൊക്കെ 10,000 കോടിയിലധികം രൂപ. സംസ്ഥാനങ്ങളിലുണ്ടായ ദുരന്തമായിട്ടെങ്കിലും ഇതിനെ പരിഗണിക്കണം. കേരളം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരു കാരുണ്യമാണ്, ഒരു ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ തൂവൽ സ്പർശമാണ്. അത് കേന്ദ്ര ഗവൺമെന്റിനല്ലാതെ മറ്റാർക്കും നൽകാനാകില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആ കാര്യം നടത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആകാശമാർഗങ്ങളിലിരുന്ന് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ കാണും. നേരിട്ട് ബെയിലി പാലത്തിന്റെ മുമ്പിലേക്ക് എത്തും. പിന്നെ വിവിധ സേനാംഗങ്ങളുമായി സംസാരിക്കും. നമ്മുടെ SKMJ സ്കൂളിൽ വെച്ച് ഞങ്ങൾ മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ വീഡിയോ പ്രസന്റേഷൻസ് കാണും. ഒരു ക്യാമ്പ് അദ്ദേഹം സന്ദർശിക്കും. ഇത്രയും പരിപാടികളാണ് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ളത്. അതിനുശേഷം തീരുമാനമെടുക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും. ഈ തെരച്ചിലിന്റെ ഒരു സ്ട്രാറ്റജികൾ മാറുന്നുണ്ട്. ഇന്നിപ്പോൾ 4 മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ സൂചിപ്പാറയിലേക്ക് 2 തവണ ശ്രമം നടത്തി. 2ാമത്തെ തവണയാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ DNA ടെസ്റ്റുകളുടെ ശ്രദ്ധയിലേക്ക് കിടക്കാണ്. പ്രധാനമന്ത്രി പോയതിനു ശേഷം ഇന്ന് വൈകുന്നേരത്തുള്ള പത്രസമ്മേളനത്തിൽ ഞങ്ങൾ അക്കാര്യം പൂർണ്ണമായി വെളിപ്പെടുത്തുകയും ചെയ്യാം. ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്ത് നിൽക്കുകയാണ്. സാർ, ഈ കേന്ദ്രത്തിന്റെതല്ലാതെ മറ്റ് അന്താരാഷ്ട്ര തലങ്ങളിൽ എന്തെങ്കിലും സഹായം നോക്കി വരികയാണ്. എല്ലാം നോക്കി വരികയാണ്. എല്ലാ സഹായങ്ങളും കേരളത്തിന് സൗകര്യപൂർവ്വം ലഭിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ വയനാട് ജില്ലയെ ഒട്ടാകെ ഒരു പ്രത്യേക പാക്കേജായി പരിഗണിക്കണമെന്ന ആവശ്യവും ജനപ്രതിനിധികൾ അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം വന്യജീവി പ്രശ്നമുണ്ട്, ഭൂചലനം. പരമാവധി സഹായം ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. ഇതിവിടെ വേറെ തർക്കത്തിനില്ല. ആ കാര്യങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രി കാണുകയാണ് ചെയ്യുന്നത്. ബാക്കി മെമ്മോറാണ്ടത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കും. തീർച്ചയായും സമഗ്രമായി തന്നെ ജില്ലയുടെ ഒരു പുരോഗതി അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോഴുണ്ടാവുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾ. അതുകൊണ്ട് ലഭിക്കാവുന്ന എല്ലാ സഹായങ്ങളും എല്ലാ കോണുകളിൽ നിന്നും വാങ്ങുകയാണ് കേരളത്തിന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് പുതിയ ഏതൊക്കെ രീതികൾ കൈക്കൊള്ളും എന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നു. സജിത്ത്.